ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സും എനർജിയുടെ എക്കോണമിയും പൂർണ്ണമായിട്ടും ചേഞ്ച് ആകുന്നതിൻ്റെ സൈനാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ വിസിബിൾ ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക വെനൂസിൽ പ്രസിഡന്റിനെ കൊണ്ടുപോകുന്നു, അവരുടെ കസ്റ്റഡിയിലാക്കി. മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ വെനൂസിലേന്ന് അമേരിക്കൻ സാങ്ഷനെ മറികടന്ന് അമേരിക്കൻ കമ്പനി, ഒറ്റ കമ്പനി മാത്രം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ, സെവറോൺ. പിന്നീട് ഉണ്ടായത് ചൈനീസ് കമ്പനികളാണ്. ഏകദേശം 100-120 ബില്യൺ വെനൂസിലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 2ഓളം ചൈനീസ് കമ്പനികളാണ് അത് ഓപ്പറേറ്റ് ചെയ്തത്. അത് ഏറ്റവും കുറഞ്ഞ വിലയാണ് വെനൂസിലൻ ഓയിലിന്. കാരണം അത് സ്ട്രോങ് ക്രൂഡാണ്, ടാറിൻ്റെ സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അതിന് പറ്റിയ റിഫൈനറികൾ ചൈനയിലുണ്ട്. മനസ്സിലാക്കുക. അടുത്തത് ഇറാഖ് അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. അടുത്ത് ഇറാനിലോട്ട് കയറുകയാണ്. ഇറാനും കൂടെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ ചൈനയെന്ന് പറഞ്ഞ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ എക്കോണമി എവിടെ പോയി ക്രൂഡ് വാങ്ങും? റഷ്യ ഓൾറെഡി വാങ്ങുന്നുണ്ട്. കാരണം ഹ്യൂജ് എക്കോണമിയാണ് ചൈന. അവർക്ക് ശരിക്കും എനർജി വേണം, ക്രൂഡ് വേണം. അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ട് പോവുകയാണ്. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. മനസ്സിലാക്കുക, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്, എനർജി പൊളിറ്റിക്സ്, അതേപോലെ എക്കോണമി, ഇത് മുഴുവനും ഷിഫ്റ്റ് ചെയ്യുക. നേരത്തെ അമേരിക്കയുടെ കൺട്രോളിലായിരുന്നു. ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന കാരണമുണ്ട്. ബേസിക്കലി റെയർ എർത്ത് മിനറൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു 3-4 മാസം മുമ്പ് നിങ്ങൾ അറിഞ്ഞു കാണും. നിങ്ങൾക്കറിയാം, ചൈന അമേരിക്കയ്ക്ക് റെസ്ട്രിക്ഷൻ വെച്ചു. ഈ ടാരിഫൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇനി അമേരിക്കയ്ക്ക് കൊടുക്കത്തില്ല, ഓൺ കണ്ടീഷനിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതൊന്നും വെപ്പൺ ഉപയോഗിക്കാനും മറ്റുള്ള വെപ്പൺ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇൻക്ലൂഡിങ് എയർക്രാഫ്റ്റിലാണെങ്കിലും ഫൈറ്റർ എയർക്രാഫ്റ്റിലാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. ഇതവരുടെ ഡിമാൻഡ് വെച്ചിരുന്നു. അതുപോലെ ഫൈനലി അവർ നെഗോഷിയേറ്റ് ചെയ്തത് മാറി. അപ്പോഴേ അമേരിക്ക കരുതി വെച്ചിരുന്നു ചൈനയ്ക്കിട്ട് ഒടുക്കലത്തെ ഒരു പണി കൊടുക്കണം. ഇത് കൊടുത്തിരിക്കുന്ന പണി ചൈനയ്ക്ക് വല്ലാതെ കയറി ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന വെപ്രാളം പിടിക്കുന്നത്.